നമസ്കാരം. ഇന്നത്തെ കഥ ഒരു ദർപ്പശമനത്തെക്കുറിച്ചാണ്. ഒരു ദർപ്പശമനം എന്ന് പറയാൻ പറ്റില്ല. കഥ കേൾക്കൂ, അപ്പോൾ അറിയാം എന്താണ് ഈ ദർപ്പശമനത്തിൻ്റെ പ്രത്യേകത എന്ന്. ദർപ്പശമനം എന്ന് വെച്ചാൽ എന്താ? അഹങ്കാരം ശമിപ്പിക്കലേ അല്ലേ? അതായത് താൻ കശ്യപ പ്രജാപതിയുടെ പുത്രനാണ്, ദക്ഷ പ്രജാപതിയുടെ ദൗഹിത്രനാണ്, സൂര്യസാരഥിയായിട്ടുള്ള അരുണൻ്റെ അനുജനാണ്, കദ്രുമാതാവിനോടുണ്ടായിരുന്ന ദാസ്യം തീർത്ത് സർവതന്ത്ര സ്വതന്ത്രനായി തീർന്നവനാണ്, പറവകുലത്തിൻ്റെ ദേവനും രാജാവുമാണ്, ഇന്ദ്രാദികളെ തോൽപ്പിച്ച് വീറോടെ അമൃതം കരസ്ഥമാക്കിയവനാണ്, പാലാഴി മഥനത്തിന് മന്ദരപർവ്വതം അപ്പാടെ കൊക്കിൽ കൊത്തിക്കൊണ്ടു വന്നവനാണ്, സർവോപരി ലോകരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെ വാഹനവുമാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ആരാ ചിന്തിക്കുന്നത്? എല്ലാവർക്കും അറിയാലേ. അവസാനത്തെ വാചകം കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ആരാ? ഗരുഡൻ. ഇതിനേക്കാൾ കൂടുതൽ മഹത്വം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നതാണ് ഗരുഡൻ്റെ വിചാരം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാൽ ഗരുഡൻ അത്യന്തം അഹങ്കാര ഗർവിഷ്ഠനായിട്ട് ഭവിച്ചു. ഇനി വേറൊരാളുടെ ചിന്തയാണ്. യദുവംശമന്നവൻ വൃദ്ധനായിട്ടുള്ള ഉഗ്രസേനനാണെങ്കിലും രാജാവായി ഭരിക്കുന്നത് താനാണ്. എല്ലാ കാര്യവും തൻ്റെ വരുതിയിലാണ് നടക്കുന്നത്. കൃഷ്ണൻ പോലും തന്നെ ഭയപ്പെടുന്നു. തൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ദ്വാരകയിലൊന്നും തന്നെ നടക്കുകയില്ല. എല്ലാ രാജാക്കന്മാരും തന്നെയാണ് ബഹുമാനിക്കുന്നത്. ഹസ്തിനപുരം രാജാവ് പോലും കുമ്പിടുന്നത് തന്നെയാണ്. ഹസ്തിനപുരം രാജധാനി പോലും തൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് എന്നും എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. അതുമൂലം തൻ്റെ ബലവും പ്രതാപവും ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഇത് ആരുടെ ചിന്തകളാണ്? സീരധ്വജൻ, അതായത് ബലരാമൻ്റെ ചിന്തകളാണ്. അഹങ്കാര ഗർവിഷ്ഠനായിട്ട് തീർന്നിരിക്കുകയാണ് ബലരാമനും. കൃഷ്ണ, ഒരു കാര്യം ഞാൻ പറയുന്നു, തെറ്റിദ്ധരിക്കരുത്. രാജ്യഭരണ കാര്യങ്ങളിൽ നീ കൈകടത്തുന്നത് ശരിയല്ല. അത് എൻ്റെ പദവിക്ക് ഹാനികരാണ്. പലരും നിന്നെ വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നു. ഭരണാധികാരി എന്ന നിലയ്ക്ക് അത് എനിക്ക് അപമാനകരമാണ്. അതുകൊണ്ട് രാജ്യഭരണ കാര്യങ്ങളിൽ നീ തലയിടരുത് എന്നല്ല ഒരു ദിവസം ബലരാമൻ കൃഷ്ണനോട് പറയേണ്ടായി. അപ്പോൾ മധുവൈരി ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, എനിക്കിത് വലിയ അനുഗ്രഹവും സന്തോഷവുമാണ്. ആവശ്യമില്ലാതെ അന്യർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്ത് ഞാൻ മടുത്തു ജ്യേഷ്ഠ. ഇപ്പോഴെങ്കിലും ജ്യേഷ്ഠന് ദയവ് തോന്നിയത് എൻ്റെ ഭാഗ്യം. ജനങ്ങളോടും എന്നെ വന്ന് ശല്യപ്പെടുത്തരുത് എന്ന് ജ്യേഷ്ഠൻ ഏർപ്പാട് ചെയ്യണം. ഇനി മേലിൽ ജ്യേഷ്ഠൻ്റെ വരുതി വിട്ട് യാതൊരു കാര്യവും ഞാൻ പ്രവർത്തിക്കുകയില്ല. ദ്വാരകയിലെ പരമാധികാരിയായിട്ടുള്ള ഭരണകർത്താവ് ജ്യേഷ്ഠൻ തന്നെയാണെന്ന് ഞാനും സമ്മതിക്കുന്നു. ഇനി മൂന്നാമതൊരാളുടെ ചിന്ത പറയാം. സത്യഭാമ ഭഗവാന്റെ പത്നിയാണല്ലേ സത്യഭാമ. അവൾക്കും ആ കാലത്ത് ക്രമത്തിലധികം അഹങ്കാരം പെരുത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ സുന്ദരിയാണ് താനെന്നും മറ്റ് പത്നികളെ അപേക്ഷിച്ച് കൃഷ്ണന് തന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രേമമെന്നും തൻ്റെ സമീപത്താണ് അദ്ദേഹം അധിക സമയവും കഴിഞ്ഞുകൂടുന്നതെന്നും എവിടെ പോകുന്നുവെങ്കിലും തന്നെയാണ് കൂടെ രഥത്തിൽ കൊണ്ടുപോകുന്നത് എന്നും സൂര്യഭഗവാനെ തപം ചെയ്ത് ശ്രേഷ്ഠമായ സ്യമന്തകമണി വാങ്ങിയ യാദവ പ്രമാണിയുടെ സത്രാജിത്തിൻ്റെ പുത്രിയാണ് താനെന്നും ആ നിലയിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്ഥാനം തനിക്കുണ്ട് എന്നും നരകാസുര നിധനത്തിന് പോയപ്പോൾ ഭഗവാൻ തന്നെയാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്നും സമരത്തിൽ പ്രാണേശ്വരൻ ബോധം കെട്ട് വീണപ്പോൾ താനാണ് ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ രക്ഷിച്ചതെന്നും ദേവലോകത്ത് നിന്ന് പാരിജാതം കൊണ്ടുവന്ന് തൻ്റെ അന്തപുര മണിമുറ്റത്താണ് നട്ടിരിക്കുന്നത് എന്നും ആ പൂക്കളുടെ സൗരഭ്യമേൽക്കാൻ തന്നോളം ഭാഗ്യം മറ്റാർക്കും ഇല്ല എന്നും പാണ്ഡവ പത്നിയായിട്ടുള്ള പാർഷദി ദ്രൗപദിയെ തന്നെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ് സത്യഭാമയ്ക്ക്. ഇങ്ങനെയുള്ള ചിന്ത കാരണം അത്യന്തം ഗർവിഷ്ഠയായി കഴിഞ്ഞിരിക്കുകയാണ് സത്യഭാമ. ഈ 3 പേരുടെയും അഹങ്കാരം ശമിപ്പിക്കണം എന്ന് ഭഗവാൻ തിരുവുള്ളത്തിൽ തീരുമാനിക്കുകയാണ് ഒരിക്കൽ. അതിന് തക്ക ഒരവസരം വന്നു ചേരാൻ അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹം ദർപ്പാരിയാണല്ലേ. ആർക്കൊക്കെ അഹങ്കാരമുണ്ടോ അത് ശമിപ്പിക്കാൻ അദ്ദേഹം വന്നിരിക്കും.
അത് ആ ദേവലോകത്തൊരു സദസ്സ്. ഇന്ദ്രാദി ദേവകളും ബൃഹസ്പതി മുതലായ മുനികളും അവരുടെ ഇടയിൽ ഗരുഡനും ആ സദസ്സിലിരിപ്പുണ്ട്. ആ സമയം നാരദൻ അവിടെ കയറി ചെല്ലുകയാണ് ഒരു ദിവസം. ബ്രഹ്മപുത്രനായിട്ടുള്ള മുനിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. ഗരുഡൻ മാത്രം എഴുന്നേൽക്കേ അല്പമെങ്കിലും ഒരു ബഹുമാനം കാണിക്കേ ഒന്നും ചെയ്തില്ല. അടുത്തിരുന്നൊരു ദേവൻ ചോദിച്ചു, എന്താ വൈനതേയ അദ്ദേഹത്തെ കണ്ടൊരു പുല്ലുപോലെ വകവയ്ക്കാതെ ഇരുന്ന് കളഞ്ഞതെന്തേ? ആ ഏഷണിക്കാരനായിട്ടുള്ള ഏടാകൂടക്കാരൻ മുനിയെ കണ്ട് ഞാൻ എന്തിനെഴുന്നേൽക്കണം? നിങ്ങൾ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചുകൊള്ളൂ. എനിക്ക് അയാൾ ആരുമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ പുച്ഛത്തോടെ പറഞ്ഞ ഈ വാക്കുകൾ നാരദർ കേട്ടു കേട്ടോ. മനസ്സിൽ വല്ലാത്തൊരു വിഷമം അദ്ദേഹത്തിന് തോന്നി. ധിക്കാരത്തോടു കൂടിയുള്ള അവൻ്റെ ഇരിപ്പും നിന്ദാഗർഭമായിട്ടുള്ള വാക്കുകളും എവിടെയും പൂജിക്കപ്പെടുന്ന താൻ ഒരു പക്ഷിയാൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ നാരദരുടെ ഉള്ളിലുണ്ടാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദ്വാരകയിൽ വന്നു. വാരിജാക്ഷനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്ദർശിച്ചു. കൃഷ്ണൻ ബഹുമാനപൂർവ്വം നാരദരെയൊക്കെ സ്വീകരിച്ച് പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിന് ശേഷം ചോദിക്കുകയാണ്, സുഖമല്ലേ? ഇപ്പോൾ ദേവലോകത്തു നിന്നായിരിക്കൂലേ പുറപ്പെട്ടത്? വിശേഷമൊന്നുമില്ലല്ലോ. അതിഥി ദേവിയുടെ കുണ്ഡലം തിരിച്ചു കിട്ടിയതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ നാരദർക്ക് ഒരു സന്ദർഭം കിട്ടി ഇതൊന്ന് പറയാൻ. അപ്പോൾ പറയാണ്, അവിടെ വിശേഷമൊന്നുമില്ല. കുണ്ഡല കാര്യത്തിൽ അതിഥി ദേവിക്കും വലിയ സന്തോഷം തന്നെയാണ്. എങ്കിലും ഇന്ദ്രസദസ്സിൽ വെച്ച് അങ്ങയുടെ വാഹനമായിട്ടുള്ള ഗരുഡൻ എന്നെ ഒന്ന് അപമാനിച്ചു. പക്ഷിയല്ലേ, വിശേഷ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അത് അങ്ങനെയുള്ളൊരു ജന്തു ആയതുകൊണ്ട് എനിക്കതിൽ വലിയ പരിഭവം ഇല്ല. എങ്കിലും ബ്രഹ്മാത്മജനായിട്ടുള്ള നാരദനെ ഇതേവരെയും ആരും പരസ്യമായിട്ട് ഇങ്ങനെ അപമാനിച്ചിട്ടില്ല, നിന്ദിച്ചിട്ടില്ല. ഉത്കണ്ഠയോടെ ഉൽപ്പലാക്ഷൻ ചോദിക്കുകയാണ്, മഹാമുനെ എന്തു പറ്റി? എല്ലാ കാര്യവും തുറന്നു പറയൂ. ഗരുഡൻ എന്തു ചെയ്തു? ഉടനെ ഇന്ദ്രസദസ്സിൽ നടന്ന സംഭവം എല്ലാം നാരദരെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആട്ടെ വിഷമിക്കണ്ട, നിവൃത്തി ഉണ്ടാക്കാട്ടോ. ആ ഭാമയൊന്നിങ്ങ് വിളിക്കൂ. ഇന്ദ്രസദസ്സിൽ ഗരുഡൻ അഹങ്കാരം കാണിച്ചതിനെ ഭാമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്കിലും ഭഗവാൻ കൽപ്പിച്ചതല്ലേ, വിളിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നാരദര് സത്യഭാമയുടെ അന്തപുരമുറിയുടെ വാതിക്കൽ ചെന്നിട്ട് വിളിക്കുകയാണ്, ഹേ ഭാമാദേവി, ശ്രീകൃഷ്ണ ഭഗവാൻ ദേവിയെ വിളിക്കുന്നു. ആദ്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യാതൊരു പ്രതികരണവും ഇല്ല. ഭാമ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവളൊരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സൗന്ദര്യം പരിശോധിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇടതൂർന്ന മുടി, അങ്ങനെ സുരഭില സൂനങ്ങൾ പൂക്കളൊക്കെ തിരികി മോടി പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നീലാഞ്ജന എഴുതുന്നുണ്ട്, കണ്ണെഴുതുന്നുണ്ട്, പൊട്ടു തൊടുന്നുണ്ട്. അധരങ്ങളുടെ നിറം ഈ പല്ലുകളുടേതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മന്ദഹസിച്ച് നോക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കില്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ട് നാരദർ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദേവി ഭഗവാൻ വിളിക്കുന്നു. അതിന് ഇല്ല പ്രതികരണം. ആ പൂമേനിയിലെ അംഗരാഗമൊക്കെ പൂശി ഉടുത്തിരിക്കുന്ന ആ പട്ടുടയാടയുടെ മടക്കും ചുളിവും ഒക്കെ തീർക്കുകയാണ് ദേവി. നാരദർ വിഷമിച്ച് ഒരു നാണക്കേട് പോലെയായി. ക്ഷമയേറ്റ് വീണ്ടും പറഞ്ഞു, ഹേ ദേവി, ചെവി ഇല്ലേ? കണ്ണൻ തിരുവടി വിളിക്കണു. അതിനുമില്ല ഉത്തരം. ആരാണ് വാതുക്കൽ മറഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുന്നത് എന്ന് പോലും ഭാമ നോക്കിയില്ല. അവൾ തന്നെ സൗന്ദര്യ പരിശോധനയിലെ തികച്ചും വ്യാപൃതയാണ്. മറ്റൊന്നിലും ശ്രദ്ധയില്ല. നാരദർക്ക് അവിടെയും ഒരു പരാജിതനോ അപമാനിക്കപ്പെട്ടവനോ ഒക്കെ ആയതുപോലെയുള്ള മനോഭാവമായി. എന്നിട്ട് കൃഷ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് വിവരം പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വാതുക്കൽ നിന്ന പാടെ നിർത്തി അപമാനിച്ചു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു മുനിയല്ലേ, നിന്തിരുവടിയുടെ ദൂതനായിട്ട് ചെന്നിരിക്കുന്നവനല്ലേ, ഇതൊന്നും അവർ ഗൗനിച്ചില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു നാരദർ. ഉടനെ ഭഗവാൻ പറയാണ്, ഭാമയും നാരദരെ അപമാനിച്ചു അല്ലേ? ആട്ടെ, കദളീ വനത്തിലെ ശ്രീ ഹനുമാൻ ഇരിപ്പുണ്ട്. നാരദർ പോയിട്ട് അവനെ ഒന്നങ്ങ് വിളിച്ചുകൊണ്ട് വരുമോ? സംശയിക്കേണ്ട, അവൻ വരും. ഈ ഭാമ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹനുമാൻ എന്തിനിവിടെ വരണം? ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? ഗരുഡൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതേ അബദ്ധമായി നാരദർ വിചാരിക്കാട്ടോ. അങ്ങനെ എന്നാലും ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് കദളീ വനത്തിലേക്ക് തിരിച്ചു. അവിടെ ആ വനസ്ഥലികയുടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ആ സ്ഥലം കണ്ടിട്ട്
നാരദർക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. അവിടെ ഹനുമാൻ ധ്യാനനിരതനായിട്ട് കണ്ണും അടച്ചിട്ട് ഒരു വൃക്ഷച്ചൂട്ടിലിരിക്കുന്നുണ്ട്. നാരദരെ അടുത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ വായുപുത്ര ആഞ്ജനേയ, ഭക്തജനപ്രിയനായിട്ടുള്ള ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു, ഭഗവാൻ ഒന്ന് ദ്വാരക വരെ ചെല്ലണം എന്ന്. അങ്ങനെ ഈ പ്രപഞ്ചനപുത്രൻ മൗനം ഭഞ്ജിച്ച് ഉഗ്രായിട്ടൊന്ന് ഗർജിച്ചു. എന്നിട്ട് വീണ്ടും ധ്യാനനിരതനായി. ഹനുമാനെ യാതൊരു പ്രതികരണവും ഇല്ല. പഴയപടി അദ്ദേഹം കണ്ണു അടച്ചിട്ട് ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നാരദരെ വീണ്ടും വിളിച്ചു പറഞ്ഞു. അപ്പോൾ കണ്ണുകളൊക്കെ തുറന്ന് ഏത് ഗോപാലകൃഷ്ണൻ എന്ന അലറി ചോദിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും നേത്രങ്ങൾ നിമീലനം ചെയ്തു അടച്ചു. അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് നാരദർക്ക് കാര്യം മനസ്സിലായത്. കൃഷ്ണനെ ഹനുമാന് വലിയ പരിചയമൊന്നുമില്ലല്ലോ, ഭക്തിയില്ല. കാരണം രാമനെ അറിയുള്ളൂ, ആഞ്ജനേയെ. അങ്ങനെ ഭാരതയുദ്ധത്തിലെ പാർത്ഥൻ്റെ കൊടിയിൽ ആവേശിതനായിരുന്ന അപ്പോൾ കൃഷ്ണനെ ഒരു സാരഥിയായിട്ടാണ് ഇദ്ദേഹം ഈ ഹനുമാൻ കണ്ടിട്ടുള്ളത്. ഹനുമാൻ ശ്രീരാമഭക്തനാണല്ലോ. അപ്പം രാമനോടല്ലാതെ മറ്റാർക്കും ഇവന് ഭക്തിയില്ല. രാമനാമമാണ് ഇവൻ്റെ ദിവ്യമന്ത്രം. അതിനേക്കാൾ മഹാത്മേറിയ ഒന്നും ഈ ഹനുമാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നാരദരെന്താ ചെയ്തത്? ഒരു തൻ്റെ വിഭഞ്ചിക എടുത്തിട്ട് ഇങ്ങനെ ശ്രുതി മീട്ടി. എന്നിട്ട് ചൊല്ലുകയാണ്, രാമം രാമം ശ്രീരാമം, ദണ്ഡം ദണ്ഡം കോദണ്ഡം, സീതാരാമം ശ്രീരാമം, ദശരഥരാമം ശ്രീരാമം, രാമം രാമം ശ്രീരാമം, ദണ്ഡം ദണ്ഡം കോദണ്ഡം. ഇങ്ങനെ ചൊല്ലി പാടിയപ്പോൾ രാമനാമം കേട്ട് ഭക്തിയിൽ മുഴുകി ആ ശബ്ദം കേട്ട നാരദ നികടത്തിലേക്ക് മെല്ലെ മെല്ലെ ഹനുമാൻ അറിയാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ നീങ്ങുകയാണ്. ഇത് തന്നെ ഹനുമാനെ ആകർഷിക്കാനുള്ള എളുപ്പമാർഗം എന്ന് കണ്ടിട്ട് നാരദർ അത് മീട്ടി മീട്ടി രാമനാമം പാടിക്കൊണ്ട് സാവധാനം മുന്നോട്ട് നടന്നു. ആ ശബ്ദത്തിൻ്റെ പുറകെ മാരുതിയും ഭക്തിപൂർവം കണ്ണുകളും അടച്ച് മെല്ലെ മെല്ലെ നീങ്ങി. അങ്ങനെ മുനി ഗതിവേഗം കൂട്ടി. വാനരശ്രേഷ്ഠനും അതിനനുസരിച്ചുള്ള ഗതിവേഗത്തിൽ നിരങ്ങി. ഒടുവിലെ അത്ഭുതം എന്ന് പറയട്ടെ, ശ്രീനാരായണ ഭക്തോത്തമനായിട്ടുള്ള നാരദരെ രാമനാമം പാടി രാമഭക്തോത്തമനായ ഹനുമാനെ ആകർഷിച്ച് ദ്വാരകയിലെ മനോഹര ആരാമത്തിൽ കൊണ്ടുവന്നിരുത്തി. ഉടൻ തന്നെ ഇദ്ദേഹം നാരദരെ വിവരം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് പാഞ്ഞോടി. അപ്പോൾ ഉദ്യാനത്തിൽ അല്പം കഴിഞ്ഞപ്പോൾ ഈ രാമനാമം കേൾക്കാനില്ല, അത് നിലച്ചല്ലോ. അങ്ങനെ ഹനുമാൻ ധ്യാന നിവൃത്തനായിട്ട് കണ്ണൊക്കെ തുറന്ന് നാലുപാടും വീക്ഷിച്ചു. ഇത് കദളിവനല്ലല്ലോ, ഞാനെങ്ങനെ ഇവിടെ വന്നു? ആരെ എന്നെ ചതിച്ചിട്ട് ഇവിടെ കൊണ്ട് വന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ദേഷ്യം വന്നു. എന്നിട്ടോ അവൻ ചാടി എഴുന്നേറ്റ് അലറിക്കൊണ്ട് ആ ആരാമത്തിലെ എല്ലാ മരങ്ങളും തല്ല് തകർക്കാൻ തുടങ്ങി. ഉദ്യാനപാലകന്മാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഏറ്റുമുട്ടിയിട്ട് ഈ വായുപുത്രനുമായിട്ട്? ഒരു കാര്യമില്ല. അവരെയൊക്കെ മരണോന്മുഖനായിട്ട് തെറിച്ച് വീഴിക്കുകയാണ് ഉണ്ടായത്. ഒരു കുരങ്ങനോട് ഇത്ര രക്ഷാഭടന്മാർ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും തോൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് ബലരാമൻ കേട്ടപ്പോൾ തന്നെ അതിശയപൂർവ്വം തന്നെത്താൻ ആക്രോശിച്ചിട്ട് വരികയാണ്. ആ സമയം ഗരുഡനുണ്ടായിരുന്നു ദ്വാരകയിൽ. കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചനുസരിച്ചിട്ട് ഗരുഡനും അപ്പോൾ തന്നെ അവിടെ വരികയാണ്. അങ്ങനെ ബലരാമൻ ഗരുഡനെ വിളിച്ച് കൽപ്പിക്കുകയാണ്, ഗരുഡ, അറിഞ്ഞില്ലേ കോലാഹലങ്ങൾ? ഏതോ ഒരു കുരങ്ങൻ നമ്മുടെ ഉദ്യാനത്തിൽ വന്ന് പല അക്രമങ്ങളും ചെയ്തിരിക്കുന്നു. അവനെ പിടിച്ചു കെട്ടാൻ പോയ പടയാളികളെ മുഴുവനും അവ അടിച്ചു വീഴ്ത്തി. നീ പോയി അവനെ കൊല്ലാതെ കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം. എല്ലാവരും ഒന്ന് കാണട്ടെ അവനെ. വിവിധനെ വധിച്ചവനാണ് ഞാനെന്ന് കേട്ടാൽ ചിലപ്പോൾ അവൻ ഓടിക്കളയും. തഞ്ചത്തി വേണം അടുത്തുകൂടാൻ. അങ്ങനെ തൽക്ഷണം തന്നെ ഗരുഡൻ ഉദ്യാനത്തിലേക്ക് പറന്നു. ചെന്നപാടെ പക്ഷീന്ദ്രൻ പക്ഷങ്ങളൊക്കെ വിടർത്തി ആ മർക്കടനെ ഒന്ന് അടിച്ചു. കബീന്ദ്രനാണെങ്കിൽ അത് തടുത്തുകൊണ്ട് അങ്ങോട്ടും കൊടുത്തു ഒരു ഉഗ്രായിട്ടുള്ള അടി. അങ്ങനെ ഈ ഖഗേന്ദ്രനും കബീന്ദ്രനും തമ്മിലുള്ള പോരാട്ടം അത്യന്തം രൂക്ഷമായിരുന്നു കേട്ടോ. ഗരുഡനാണെങ്കിൽ ആകെ തളർന്ന് രക്തം തുപ്പി തുടങ്ങി. ഒടുവിലെ പരവശനായിട്ട് കാലും ചിറകുകളും ഒടിഞ്ഞ് അതിദയനീയമായിട്ട് ദൂരെ തെറിച്ച് വീണു.
കൃഷ്ണ ഭഗവാനേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലത്ത് കിടന്നിങ്ങനെ എഴയാണ്. അത് കണ്ടിട്ട് പരിഭ്രാന്തരായിട്ട് ജനങ്ങൾ ബലരാമൻ്റെ അടുത്തേക്ക് ഓടി വിവരങ്ങൾ ഉണർത്തിച്ചു. അദ്ദേഹമാണല്ലോ അപ്പോഴത്തെ ഭരണാധികാരി. മഹാരാജാവേ, നമ്മുടെ ഗരുഡനും തുലഞ്ഞു. ആ വാനരനുണ്ടല്ലോ, അതിൻ്റെ തല്ല് കൊണ്ടിട്ട് പാവം ഗരുഡൻ ചാകാറായിട്ട് കിടക്കുകയാണ്. ഇനിയും ആ കുരങ്ങിനെ ബന്ധിക്കാതെ ഇങ്ങനെ വിട്ടാലേ അവൻ ഈ ദ്വാരക തന്നെ ചിലപ്പോൾ തകർത്തുനിന്ന് വരും. പണ്ടൊരു കുരങ്ങൻ ലങ്ക തകർത്തെന്ന് കേട്ടിട്ടില്ലേ? ഇനി അവനോ മറ്റോ ആണോ ഇത്? ചപലനായിട്ടുള്ള അവൻ എന്ത് തന്നെ ചെയ്യില്ല എന്ന് ആർക്കറിയാം. അങ്ങനെ ജനങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ അത്രയ്ക്കായോ എന്നാൽ അവനെ പിടിച്ച് കെട്ടിയിട്ട് തന്നെ കാര്യം. ഈ ബലരാമൻ്റെ ശക്തി ആ മർക്കടനെ ഒന്ന് അറിയിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് സീരായുധൻ സുശക്തമായിട്ടുള്ളൊരു സൈന്യത്തോടും കൂടിയിട്ടാണ് വാനരനെ ബന്ധിക്കാനായിട്ട് പുറപ്പെടുന്നത്. വിവിധനെ ഞാൻ കൊന്നു, അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട വല്ല കുരങ്ങിനും ആയിരിക്കുമോ ഇവൻ എന്നും മുസലി ചിന്തിക്കുകയാണ് കേട്ടോ. ഹനുമാനും ഹലായുധനും തമ്മിൽ അതിരൂക്ഷമായിട്ടുള്ള യുദ്ധമാണ്. സീരിയാണെങ്കിലോ ഈ ബലരാമൻ അംഗപ്രത്യംഗം അടിയേറ്റ് ആകെ അവശനായിട്ട് തളർന്ന് വീണു. ഈ വാർത്ത ദ്വാരക മുഴുവനും കേട്ടിട്ട് അത്യന്തം പരിഭ്രാന്തരായി ജനങ്ങൾ മുഴുവൻ. അതിബലവാനായിട്ടുള്ള ബലരാമനെ അടിച്ച് വീഴ്ത്തേ. അപ്പോൾ പ്രതിയോഗി അത്ര നിസ്സാരനല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഗരുഡൻ തളർന്നു കിടക്കണു, ബലരാമൻ അമ്പെ പരാജയപ്പെട്ട് വീണു, ഏറ്റുമുട്ടിയ പടയാളികളും ചാകാറായിട്ട് കിടക്കുകയാണ്. ജനങ്ങൾ ഒടുവിൽ കൃഷ്ണനോട് തന്നെ ചെന്ന് സങ്കടം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മുരവൈരി ഭഗവാൻ അരുളി ചെയ്യാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആ കുരങ്ങൻ വെറും ഒരു മരഞ്ചാടി കുരങ്ങനല്ല എന്നാണ് തോന്നുന്നത്. മഹാസമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അത് ചുട്ടുകരിച്ച ശിവാംശസംഭൂതനായിട്ടുള്ള ഹനുമാനാണ്. അതാണ് ജ്യേഷ്ഠനെ പോലും അവൻ ജയിച്ചത്. ശ്രീരാമനോടല്ലാതെ മറ്റാരോടും അവന് ഭക്തിയോ ബഹുമാനവോ ഒന്നുമില്ല. കൃഷ്ണനായിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ചെന്നാൽ അവനെയും വകവയ്ക്കില്ല. അതിനാൽ ശ്രീരാമൻ്റെ വേഷത്തിൽ ഞാൻ അവൻ്റെ മുമ്പിൽ ചെല്ലാം. സീതയും വേണം. അപ്പോൾ അടുത്തിരുന്ന സത്യഭാമയെ നോക്കിയിട്ട് പറയാണ് ഭഗവാൻ പറയുക, ഭാമേ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? എല്ലാം കൊണ്ടും ഏറ്റവും യോഗ്യതയുള്ളവ നീ തന്നെ. അതുകൊണ്ട് നീ ഉടനെ സീതയാവുക. ഞാൻ ശ്രീരാമനാകണമെങ്കിൽ നീ സീതയാവണ്ടേ? അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് പോവാം. സീതാസമേതനായിട്ടുള്ള രാമനെയാണ് അവൻ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ശ്രീരാമനാകാൻ പോവുകയാണ്. അപ്പോൾ തൽക്ഷണം തന്നെ സത്യഭാമ മണിയറയിൽ പ്രവേശിച്ചു. ആ നിബിഡായിട്ടുള്ള കബരി പ്രാകൃതമായിട്ടുള്ള വിധം അഴിച്ചിട്ടു. മുടിയൊക്കെ പ്രാകൃതമായ വിധം അഴിച്ചിട്ടിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മുഖത്തും ശരീരത്തൊക്കെ അഴുക്ക് പറ്റിച്ച് മ്ലാനവദനയായിട്ട് തിരിച്ചു വന്നു. അശോകവനത്തിലിരുന്ന സീതയാണല്ലോ ഈ ഹനുമാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അശോകവനത്തിലിരിക്കുമ്പോൾ ആകെ പ്രാകൃത രൂപിണിയായിരുന്നല്ലോ. അതാണ് ഈ ഭാമയുടെ സങ്കല്പം കേട്ടോ. അങ്ങനെ ആ സീതയാണല്ലോ ആദ്യമായിട്ട് ഹനുമാൻ കണ്ടതും. അപ്പോൾ ഭാമയുടെ ഈ വേഷം കണ്ടിട്ട് മുകുന്ദൻ അവളുടെ നേർക്ക് രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ഭർത്സിച്ചു, ഇതോ സീത? പരിഹാസദ്യോതകമായിട്ടുള്ള സ്വരത്തിലായിരുന്നു ആ ചോദ്യം. അനന്തരം അടുത്ത് നിന്നിരുന്ന രുക്മിണിയെ നോക്കി പറഞ്ഞു, വൈദർഭി ഉടൻ സീതയാകൂ. അപ്പോൾ രുക്മിണി ആ ക്ഷണത്തിൽ തന്നെ ഭർത്തൃപാദങ്ങളൊക്കെ വന്ദിച്ചിട്ട് പ്രാർത്ഥിച്ചു, ദേവി ലോകാംബികെ, ഞാൻ പരിശുദ്ധയായിട്ടുള്ള പതിവ്രതയാണെങ്കിൽ ആര്യപുത്രൻ്റെ ഹിതമനുസരിച്ച് സീതയാവട്ടെ. അങ്ങനെ അവൾ ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി അവിടെ നിൽക്കുന്നു. ആ സമയം കൊണ്ട് കാർവർണ്ണൻ കോദണ്ഡപാണിയായിട്ടുള്ള ഈ വില്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന രാമനായിട്ട് കഴിഞ്ഞു. അത്ഭുതം! എന്തിനും സമർത്ഥയാണെന്നും ബഹുസുന്ദരിയാണെന്നും നടിച്ചു നടന്ന ഭാമ നോക്കി നിൽക്കെ സീതാരാമന്മാർ നേരെ ആശ്രമത്തിലേക്ക് ഗമിച്ചു. സീതാസമേതം തൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളതെന്ന് കണ്ടിട്ട് മാരുതി ഹനുമാനെ പുളകിതഗാത്രനായി. ആ ഭക്തിയുടെ അശ്രുക്കൾ പൊഴിച്ചിട്ട് ഗദ്ഗദത്തോടെ പറയാണ്, ഭഗവാനെ രാമചന്ദ്ര, എത്ര നാളായി അടിയൻ നിന്തിരുവടിയെ ഒന്ന് തൃക്കൺ പാർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പുലമ്പിക്കരഞ്ഞുകൊണ്ട് ഓടിയടുത്ത് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ആ ബാഷ്പധാരയാൽ ആ പാദങ്ങളെ അഭിഷേകം ചെയ്തു.
കദളി വനത്തിൽ നിന്നും അടിയൻ ഇവിടെ എങ്ങനെയോ വന്നു ചേർന്നു. അത് ഭഗവാനെ കാണാനുള്ള അടിയൻ്റെ സുഹൃത്തായിട്ട് തീർന്നു. എന്നിട്ട് സീതയെ നോക്കി പറയുക, ദേവി സുഖല്ലേ, ഈ അഗതിയെ മറന്നോ എന്ന് പുലമ്പി സീതയുടെ പാദങ്ങളും അവൻ നമസ്കരിച്ച് പലവരും ചുംബിച്ചു. അങ്ങനെ കൃഷ്ണൻ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഭക്തോത്തമ ആഞ്ജനേയ, നിനക്ക് ദർശനം നൽകാനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത്. എല്ലാവിധ മംഗളങ്ങളും നിനക്കുണ്ടാവട്ടെ. ത്രേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണ് ഞാൻ. എങ്കിലും ഈ ദ്വാപരയുഗത്തിലെ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശംഖ് ചക്ര ഗദാ പത്മങ്ങൾ അടങ്ങിയിട്ടുള്ള 4 തൃക്കൈകളോടുകൂടിയ കൃഷ്ണരൂപം മറ്റാർക്കും ദൃശ്യമാകാത്ത വിധം ഈ ഹനുമാന് കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ ആ രൂപം ശ്രീരാമനായി മാറി. ഹനുമാന് യാഥാർത്ഥ്യ ബോധം ഉണ്ടായി. രാമനും കൃഷ്ണനും ഒരാളാണ് എന്നുള്ള ബോധേ ഹനുമാനുണ്ടായി. ഹനുമാൻ തൊഴു കൈയോട് കൂടിയിട്ട് പുറകോട്ട് നീങ്ങി മറഞ്ഞു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള രാമമന്ത്രം ജപിച്ചുകൊണ്ട് നടന്നകന്നു. അങ്ങനെ രുക്മിണി അന്തപുരത്തിലേക്ക് പോയി. കൃഷ്ണൻ തൻ്റെ സ്വന്തം രൂപം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീണ് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ദേഹം ആപാദമസ്തകം തടവി അവശതകളും തളർച്ചയും കേടുകളും ഒക്കെ പരിഹരിച്ചു. അപ്പോൾ ബലരാമൻ പറയാണ്, കൃഷ്ണ, അഹങ്കാരത്താൽ നിൻ്റെ മഹത്വം ഞാൻ മറന്നുപോയി കുറച്ച് നേരത്തിന്. എന്നിട്ട് സങ്കടപ്പെടുക. അപ്പോൾ കൃഷ്ണൻ, ഒന്നുമില്ല ജ്യേഷ്ഠൻ എന്നും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അനന്തരം ഭഗവാൻ ഗരുഡൻ വീണ് കിടക്കുന്ന സ്ഥലത്ത്, എന്താ ഗരുഡ, നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ശരീരമൊക്കെ തടവി അവൻ്റെ ശരീരത്തിൻ്റെ ക്ലേശവും തീർത്തു കൊടുത്തു. ഭഗവാനെ, അടിയൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് അടിയൻ അനുഭവിച്ചത്. എപ്പോഴും നിന്തിരുവടിയുടെ കൃപ അടിയനിലുണ്ടാവണം എന്ന് പറഞ്ഞ ഗരുഡൻ കൃഷ്ണപാദങ്ങളിൽ വീണ് പലവട്ടം നമസ്കരിച്ചു. അങ്ങനെ ഭടന്മാരുടെയും ജനങ്ങളുടെയും ഒക്കെ ശരീരത്തിന് എന്തൊക്കെ ക്ലേശങ്ങളുണ്ടോ അതൊക്കെ ഭഗവാൻ പരിഹരിച്ചു. എല്ലാവരും കാണുക തന്നെ ഭാമയ്ക്ക് സംഭവിച്ച ജാള്യതയോർത്ത് അവളുടെ അഹങ്കാരത്തിന് തെല്ല ആശ്വാസമായി. ഇങ്ങനെ 3 പേരുടെ ദർപ്പവും അഹങ്കാരവും ഒന്നിച്ചവസാനിപ്പിച്ച ഭഗവാനെ നാരദരെ വാനവീഥിയിൽ വെച്ച് കണ്ട് കൃഷ്ണമഹാത്മ്യം വാഴ്ത്തിപ്പാടി നൃത്തം ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു കഥാഭാഗവതത്തിലുണ്ട്. 3 പേരുടെയും അഹങ്കാരം ഒരൊറ്റ സന്ദർഭം കൊണ്ട് ഭഗവാൻ പരിഹരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.